KSU പ്രതിഷേധത്തിൽ മന്ത്രി വീണ ജോർജിന് കഴുത്തിന് ക്ഷതമേറ്റത് മെഡിക്കൽ ബുള്ളറ്റിൻ. MRI സ്കാനിംഗ് വേണ്ടിവരുമെന്ന് മെഡിക്കൽ ബോർഡ്. മന്ത്രി വീണ ജോർജിനെ വിദഗ്ധ സംഘം പരിശോധിച്ചു. മന്ത്രി വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതിനിടെ DCC ഓഫീസിന് മുന്നിലെ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരുടെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസ് മാർച്ച് പോലീസ് തടഞ്ഞു. സംഘർഷത്തിന് പിന്നാലെ കെ സുധാകരൻ DCC ഓഫീസിലെത്തി. CPIM-ന്റേത് കിരാത രാഷ്ട്രീയ നയമെന്ന് കെ സുധാകരൻ പറഞ്ഞു. തങ്ങളോട് കളിച്ച് തിരിച്ചടി വാങ്ങരുതെന്നും മുന്നറിയിപ്പ്. ഒരു മന്ത്രിയാണ് ഇതിൻ്റെ എല്ലാം മുൻപിൽ ഇത്രയും നിർലജ്ജമായ രീതിയിൽ അത് നാട്യം നടത്തി ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരു മന്ത്രി. കേരളത്തിൽ മറ്റൊരു മന്ത്രി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. KSUവിൻ്റെ കുട്ടികളെയൊന്നും നിങ്ങൾ തിരിച്ചടിച്ച് അവരെ തകർക്കാനൊന്നും നിങ്ങൾ ആരും നോക്കണ്ട. ഇവിടെ നിങ്ങൾ തിരിച്ചടിച്ചാൽ അതിൻ്റെ പ്രതികരണം അതിശക്തിമത്തായി നിങ്ങളും പ്രതി കാണേണ്ടി വരും, നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞങ്ങളോട് കളിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചടി വാങ്ങാനുള്ള ഒരു സാഹചര്യം CPM ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് CPM-ഓട് പറയാനും. അതേസമയം തിരുവനന്തപുരത്ത് സർക്കാർ ഫ്ലക്സുകൾക്കും KSRTC ബസ്സിനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിയോയിലൊഴിച്ചു. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ, തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് എന്നിവർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജീഷിലേക്കാണ്. അജീഷ്, മന്ത്രിയെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. മന്ത്രിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് എന്താണ് വിദഗ്ധ സംഘം പറയുന്നത്? അമൃത, മന്ത്രിയെ അല്പസമയം മുമ്പാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അവിടെ ആയിരിക്കും ഇനി വിദഗ്ധ ചികിത്സ നടത്തുക. മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമേറ്റിട്ടുണ്ട്. ഈ ക്ഷതത്തിൽ അതിൽ കൂടുതൽ വിദഗ്ധമായിട്ടുള്ള പരിശോധന നടത്തണം എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. പരിയാരത്ത് നിന്നുള്ള വിദഗ്ധ സംഘമാണ് ഇവിടെ എത്തി പരിശോധന നടത്തിയത്. MRI സ്കാനിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വിദഗ്ധ സംഘം നിർദ്ദേശിച്ചിട്ടുള്ളത്. മന്ത്രി ഇന്ന് രാത്രി അവിടെ തന്നെ തുടരും. പരിശോധനയ്ക്ക് ശേഷം നാളെ മാത്രമായിരിക്കും ഇനി ഡിസ്ചാർജ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് 3:30-ക്ക് ശേഷം കണ്ണൂർ നഗരത്തിൽ സാക്ഷിയായത്. ഈ ആരോഗ്യമന്ത്രിയെ ജില്ലാ ആശുപത്രിയിലേക്ക് കയ്യേറ്റം ചെയ്ത് പരിക്കേറ്റതിന് ശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം CPM-ന്റെ പല പോഷക സംഘടനകളുടെയും പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ട് 7 മണിയോടുകൂടി SFIയുടെ പ്രതിഷേധം DCC ഓഫീസിന് മുന്നിലെത്തിയതും വലിയ സംഘർഷമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോർ വിളിക്കുകയും കല്ലുകളെറിയുകയും ഒക്കെ ചെയ്തിരുന്നു. 4 യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കും ഒരു SFI പ്രവർത്തകനും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അതിന് പിന്നാലെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചതാണ് പോലീസ് തടഞ്ഞത്. പിന്നീട് പോലീസുമായി വാക്കേറ്റം ഉണ്ടാവുകയും പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് കെ സുധാകരൻ അടക്കം ഈ കോൺഗ്രസ് ഓഫീസിന് കല്ലേറുണ്ടായി ഓഫീസ് സന്ദർശിക്കുകയും ചെയ്തു. എന്തായാലും അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കെ സുധാകരൻ നൽകുന്നത്. നേരത്തെ CPM-ന്റെ നേതാക്കളും സമാനമായുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയത്. CPM-ന്റെ ഒരു സംസ്ഥാന മന്ത്രിയെയാണ് ആക്രമിച്ചത്. ഈ ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടിയും പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് അജീഷ് ജയകുമാർ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അലക്സ്, ഇതിപ്പോൾ പ്രതിഷേധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുകയാണല്ലേ? ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കിയാൽ സർക്കാർ ഫ്ലക്സുകൾക്കും KSRTC ബസ്സിനും നേരെ ഈ കോൺഗ്രസ് പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അമൃത, തീർച്ചയായും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. അത് CPM, DYFI, യൂത്ത് SFIയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉയർന്നു. സമാനമായി എതിർചേരിയിൽ നിന്ന് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കൗണ്ടർ പ്രതിഷേധങ്ങളും ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രിക്കെതിരായ KSU പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് ഈ പ്രതിഷേധങ്ങൾ വ്യാപകമായത്. തിരുവനന്തപുരത്ത് DYFIയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ആ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ
ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കോലം കത്തിച്ചു. ഈ അക്രമ സമരത്തിന് പിന്നിൽ വി ഡി സതീശനാണെന്നാണ് പ്രവർത്തകർ ആരോപിച്ചത്. തൊട്ടു പിന്നാലെ ഈ സ്റ്റാച്യു ജംഗ്ഷനിൽ തന്നെ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റിയുടെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഓഫീസിന്റെ പുറത്തെ ഫ്ലെക്സ് ചില പ്രവർത്തകർ, ചില SFI, CPM, DYFI പ്രവർത്തകർ കീറിയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ആ ഫ്ലെക്സ് പൂർണ്ണമായി കീറിയിട്ടുണ്ട്. അത് ഫ്ലെക്സൊക്കെ പൂർണ്ണമായി അടിച്ചു തകർത്തിട്ടുണ്ട്. അവിടെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ സന്ദർശനം നടത്തുകയും ചെയ്തു. അതിനു പിന്നിൽ CPM, DYFI, SFI പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതിൽ കെ മുരളീധരൻ ആരോപിക്കുന്നത് ഇത് ഷംസീറും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർത്ത് നടത്തുന്ന തിരക്കഥയാണ് ഈ നാടകത്തിനു പിന്നിലെന്നാണ് കെ മുരളീധരൻ ആരോപിക്കുന്നത്. മാത്രമല്ല, തങ്ങളുടെ പ്രവർത്തകരെ തെരുവിൽ നേരിടുകയാണെങ്കിൽ തങ്ങളും നിയമം കയ്യിലെടുക്കാൻ നിർബന്ധിതരാകും എന്ന മുന്നറിയിപ്പ് കൂടി കെ മുരളീധരൻ നൽകുന്നു. റൂറൽ മേഖലയിലും സമാനമായി തന്നെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നു. ആറ്റിങ്ങലിൽ പുതുയുഗ യാത്രയുടെ ഫ്ലെക്സ് ബോർഡ് ഇടതു പ്രവർത്തകർ നശിപ്പിച്ചു. ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ സ്ഥാപിച്ചിരുന്ന പുതുയുഗ യാത്രയുടെ ഫ്ലെക്സ് ബോർഡാണ് നശിപ്പിച്ചത്. CPMന്റെ പ്രകടനം കടന്നുപോയി കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങലിൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. KPCC ആസ്ഥാനത്ത് SFI പ്രവർത്തകർ എത്തി പോസ്റ്റർ ഒട്ടിച്ചു. ആ പോസ്റ്ററിൽ അവർ എഴുതിയിരിക്കുന്നത് വടിവെട്ടുന്നവർ അടിയും കൊള്ളുമെന്ന പോസ്റ്ററാണ് ഒട്ടിച്ചത്. അത് പോലീസ് ആ പോസ്റ്റർ ഒടുവിൽ വലിച്ചു കീറുന്ന സാഹചര്യമുണ്ടായി. വലിയ പ്രതിഷേധം, അതിന് പിന്നാലെ കൗണ്ടർ പ്രതിഷേധങ്ങളൊക്കെ കൊണ്ട് നിറയുകയാണ്. ഇന്നിപ്പോൾ പലയിടത്തും വലിയ പ്രതിഷേധം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളാണ് അലക്സ് മുഹമ്മദ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.